Good evening, all. Good evening. Good evening, sir. Good evening. So now today we are going to discuss Abhyaas 12 ആണ്. ഞാൻ ഗ്രൂപ്പിൽ Abhyaas 13 poverty and unemployment questions update ചെയ്തിട്ടുണ്ട്. So try to practice that test as soon as possible. അതുകൂടാതെ ഇനിയും പോപ്പുലേഷൻ ആൻഡ് പാരാമീറ്റേഴ്സിന്റെയും ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ നൗ വി ക്യാൻ ഡിസ്കസ് Abhyaas 12, which is about infrastructure in India. So നമ്മുടെ തേർഡ് മൊഡ്യൂൾ അതിനകത്തായിരുന്നു, ഫോർത്ത് മൊഡ്യൂൾ അതിലായിരുന്നു ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറഞ്ഞത്. ആൻഡ് ഐ ഹോപ്പ് എവറി വൺ ഹാസ് അറ്റൻഡ് ദ ടെസ്റ്റ്. First question. Consider the statements regarding Jal Doot app mentioned in the recently released Economic Survey of India. So, കഴിഞ്ഞ വർഷത്തെ സർവേയിലാണ് ഈ ഒരു ജൽദൂത് ആപ്പിനെ പറ്റി പരാമർശിച്ചത്. So, when we discussed water supply and sanitation, we have discussed about this Jaldut app. Jaldut app-നെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So, the app was launched for measuring water level in a Gram Panchayat through selected open wells. So, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലെവലില് വാട്ടർ ലെവൽ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആപ്പായിരുന്നു എന്ത് ഈ പറഞ്ഞ ജൽദൂത് ആപ്പ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Then second statement, Gram Rozgar Sahayat is required to measure the water level and document the same twice a year. So, നമ്മുടെ ഓപ്പൺ വെൽസിൽ ഒരു പഞ്ചായത്തിലുള്ള സെലക്ടഡ് ആയിട്ടുള്ള ഓപ്പൺ വെൽസിൽ എന്ത് ചെയ്യുക, അതിന്റെ വാട്ടർ ലെവല് ഡിഫറെന്റ് ടൈമിൽ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. അത് ഈ ആപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ മെയിൻ എയിം ഓഫ് ദിസ് ജൽദൂത് ആപ്പ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, കറക്റ്റ് ആണ്. സോ ഓപ്പൺ വെൽസിലെ വാട്ടർ ലെവൽ മെഷർ ചെയ്യുകയാണ് അതിൽ ഉദ്ദേശം. ദെൻ സെക്കൻഡ്, ഗ്രാം റോസ്ഗാർ സഹായക്. സോ ദർ ഇസ് എ പേഴ്സൺ ഹു വിൽ ബി റെക്കോർഡിംഗ് ദീസ് ഡീറ്റെയിൽസ്. അതും ശരിയാണ്. ട്വൈസ് എ ഇയർ, 2 വർഷമാണ്, ഒരു വർഷം 2 തവണയാണ് എന്ത് ഈ ഒരു ഡേറ്റ റെക്കോർഡ് ചെയ്യുന്നത്. സോ ബോത്ത് 1 and 2 ആർ കറക്റ്റ് റിഗാർഡിംഗ് ജൽദൂത് ആപ്പ്. സോ ഈ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ മുമ്പത്തെ വർഷം 2022 ഈ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement best describes about the objectives of Vibrant Villages program? So Vibrant Villages program കഴിഞ്ഞ മുന്നത്തെ വർഷം 2022 ബഡ്ജറ്റില് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. സോ 2022 ബഡ്ജറ്റില് കേന്ദ്ര ഗവൺമെന്റ് അനൗൺസ് ചെയ്ത ഒരു സ്കീമായിരുന്നു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. സോ നമ്മൾ ക്ലാസ്സിലൊന്നും എടുത്ത് പറഞ്ഞില്ല, കാരണം ഒരു പ്രത്യേക ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരുന്നില്ല. And you can see the main aim of this Vibrant Village program is to develop the border villages with sparse population. പ്രത്യേകിച്ച് നമ്മുടെ ബോർഡർ ഏരിയയിലുള്ള ഗ്രാമങ്ങൾ, അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയുള്ള കണക്ടിവിറ്റി അത് എൻഹാൻസ് ചെയ്യുകയാണെന്ന് ഈ പറഞ്ഞ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിന്റെ ഉദ്ദേശം. സോ ഡെവലപ്പിംഗ് ബോർഡർ വില്ലേജസ് വിത്ത് സ്പേസ് പോപ്പുലേഷൻ, ലിമിറ്റഡ് കണക്ടിവിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. എസ്പെഷ്യലി നോർത്തേൺ ഏരിയയിലാണ് ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. നോർത്തേൺ ബോർഡറിലുള്ള വില്ലേജിലാണ് ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഇൻ ദിസ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം there is an initiative for improving the housing, അതുപോലെ അവിടുത്തെ ടൂറിസ്റ്റ് സെന്റേഴ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ റോഡ് കണക്ടിവിറ്റി, ദെൻ റിന്യൂവബിൾ എനർജി ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ ഡയറക്ട് ടു ഹോം ആക്സസ്, നമ്മുടെ DTH സേവനങ്ങൾ, ദൂരദർശന്റെ സേവനങ്ങൾ എത്തിക്കുക, അതുപോലെ എഡ്യൂക്കേഷൻ ചാനൽസ് അവിടെ ആക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. സോ ഈ പറഞ്ഞ ഗ്രാമീണ മേഖലയുടെ, ബോർഡർ ഏരിയയിലുള്ള ഗ്രാമീണ മേഖലയുടെ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അവിടെയുള്ള സോഷ്യൽ ലെവലായിട്ടുള്ളതും അല്ലെങ്കിൽ ഫിസിക്കൽ ലെവലായിട്ടുള്ളതും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ടാർഗറ്റ് ചെയ്യുന്നത്. സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider the statements regarding landlord model of port development. So when we discussed Vandavan port, നമ്മൾ പറഞ്ഞാണ് എന്താണ് ലാൻഡ് മോഡൽ എന്ന്. സോ ലാൻഡ് മോഡൽ എന്ന് പറയുമ്പോൾ ദ ഗവൺമെന്റ് ഓൺഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ പോർട്ടിലെ പോർട്ട് അതോറിറ്റി ആയിരിക്കും. നമ്മൾ കണ്ടല്ലോ, മേജർ പോർട്ട് ആക്ട് ഗവൺമെന്റ് പാസ്സാക്കുന്നുണ്ട്, അത് പ്രകാരമായിട്ട് പോർട്ട് അതോറിറ്റി രൂപീകരിക്കുന്നുണ്ട്. സോ ഒരു മേജർ പോർട്ടിലെ പോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് എൻറ്റിറ്റി ആയിരിക്കും ഓൺ ചെയ്യുന്നത്.
So government will be the owner of the port. ഈ പറഞ്ഞ പോർട്ടിന്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പോർട്ടിന്റെ സെറ്റപ്പ് എല്ലാം ഓൺ ചെയ്യുന്ന ആരാ? ഗവൺമെന്റ് ആയിരിക്കും. എന്നാൽ ആ പോർട്ടിലെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ്, കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് അത് കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. സോ ഈ പറഞ്ഞ ലാൻഡ് ലോഡ് മോഡൽ തന്നെ വി ക്യാൻ സി ഇൻ ട്രിവാൻഡ്രം എയർപോർട്ട്. അല്ലെങ്കിൽ നമ്മൾ സിവിൽ ഏവിയേഷൻ പഠിച്ച സമയത്ത് വി ആർ ഡിസ്കസ്ഡ് ദ പ്രൈവറ്റൈസേഷൻ ഓഫ് എയർപോർട്ട്. സോ പ്രൈവറ്റൈസേഷൻ ഓഫ് എയർപോർട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സോ ഈ എയർപോർട്ടിന്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ എയർപോർട്ടുകളുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ്, കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്? ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പൊ ട്രിവാൻഡ്രം എയർപോർട്ട് പറയുമ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് എന്ത്, ട്രിവാൻഡ്രം എയർപോർട്ട് ഓൺ ചെയ്യുന്നത്. അതിന്റെ ഓണർഷിപ്പ് അവർക്കാണ്, പക്ഷെ എന്താണ്, പാട്ടത്തിന് കൊടുത്തേക്കാണ്. ഈ പറഞ്ഞ ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ്, കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് അദാനിക്ക് കൊടുത്തേക്കാണ്. ദാറ്റ് ഈസ് ഈ ലാൻഡ് ലോഡ് മോഡൽ എന്ന് പറഞ്ഞത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദിസ് ലാൻഡ് ലോഡ് മോഡൽ. പബ്ലിക് ഗവേൺഡ്, കണ്ടോ, പബ്ലിക് ഗവേൺഡ് port authority owns the basic infrastructure, while port operations or the commercial operations are carried out by private companies. First statement correct. Then second, Vandhavan port, the 10th major port in India, is being developed by landlord model. തെറ്റാണ്. ലാൻഡ് മോഡൽ വഴിയാണ് വാന്ധവൻ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കറക്റ്റ്. പക്ഷെ എന്താ, ഇറ്റ് ഈസ് നോട്ട് ദ 10th മേജർ പോർട്ട്. നമ്മൾ പറഞ്ഞിരുന്നു വാന്ധവാൻ പോർട്ട് in Maharashtra is the 13th major port ആണ്. 13th major port ആണ്. It is not the 10th major port. So that is the wrong statement in this statement. So one only is the right answer. Option A. Then fourth question. Which of the following statements regarding multi-modal logistic parks is or are correct? സോ MMLP പറ്റിയാണ് ചോദ്യം, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക്. സോ നമ്മൾ പറഞ്ഞു, when we discussed road infrastructure, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇനിഷ്യേറ്റഡ് ക്രിയേഷൻ ഓഫ് മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്സ്. എന്തിനു വേണ്ടിയാണ്? മുന്നേ നോക്കുമ്പോൾ നമ്മൾ കണ്ടല്ലോ, സപ്പോസ് ദർ ആർ 2 യൂണിറ്റ്സ് കാണും, 2 പ്ലേസ് കാണും. സോ ഏർലിയർ യു ക്യാൻ സി ഈ 2 പ്ലേസിൽ നിന്നും കുറെ വണ്ടികൾ പല പല കമ്പനിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും, പല കമ്പനിയിൽ മൂവ് ചെയ്യും. സോ യു ക്യാൻ സി ദർ വിൽ ബി എ കൺജഷൻ ഇൻ ദ റോഡ്. കാരണം എന്താ, ഇൻഡിവിജ്വൽ ആയിട്ടാണ് പോകുന്നത്. ഓരോ ട്രക്കുകൾ 10 ടണ്ണിന്റെ കപ്പാസിറ്റിയുള്ള ഓരോ ട്രക്കുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സോ ഡിഫറെന്റ് ട്രക്സ് ആർ മൂവിങ് ഫ്രം ഡിഫറെന്റ് കമ്പനീസ് ടു ദെയർ ഡെസ്റ്റിനേഷൻസ്. ഈ പറഞ്ഞ എയിൽ നിന്ന് ബിയിലേക്ക് കുറെ കമ്പനികളുടെ ട്രക്കുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോവുകയാണ്. സോ ഇങ്ങനെ പോകുമ്പോൾ എന്താ കുഴപ്പം? ഒന്ന്, കോസ്റ്റ് കൂടും, കാരണം അവരാണ് കൂടുതൽ കോസ്റ്റ് വഹിക്കേണ്ടത്, കോസ്റ്റ് കൂടും. അതുപോലെ ഡിലേ ഉണ്ടാവും, കൺജഷൻ ഉണ്ടാവും, പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം എൻ്റെ ചലഞ്ചാണ്. ഇത് മറികടക്കാനായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഇൻ ദീസ് 2 ഡെസ്റ്റിനേഷൻസ്, ഈ എ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലും എ എന്ന് പറഞ്ഞ സോഴ്സിലും ബി എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഒരു കളക്ഷൻ സെന്റർ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് പാർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് there will be a logistic park. ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് കാണും? ഒരു ലോജിസ്റ്റിക് പാർക്ക് കാണും. എന്താ പ്രത്യേകത? ഈ ഏരിയയിലുള്ള കമ്പനികളെല്ലാം ഉള്ള സാധനം ഇവിടെ കൊണ്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു. സോ എ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള കുറെ കമ്പനികൾ, 1 2 3 4 5 6 എന്ന് പറഞ്ഞ കുറെ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുവരുന്നു. ആൻഡ് ഇവിടെ വെച്ച് അത് കൃത്യമായി സോർട്ട് ചെയ്ത്, കൃത്യമായി പാക്ക് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ വെച്ച് അതിനെ പ്രോപ്പറായിട്ട് ഒരുമിച്ച് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളുടെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ വണ്ടിയിൽ, സപ്പോസ് ഒരു 50 ടണ്ണിന്റെ ഒരു വണ്ടിയിൽ അല്ലെങ്കിൽ 30 ടണ്ണിന്റെ വണ്ടിയിൽ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഇതെന്താ പ്രത്യേകത? നമ്പർ ഓഫ് വെഹിക്കിൾസ് അറ്റ് എ ടൈം ട്രാവൽ ചെയ്യുന്നത് കുറഞ്ഞു. അത് മാത്രമല്ല, പൊല്യൂഷൻ കുറഞ്ഞു, കോസ്റ്റ് കുറഞ്ഞു, കാരണം ഷെയർഡ് ആണ് കോസ്റ്റ് കുറഞ്ഞു. ആൻഡ് അതുപോലെ ബിയിൽ വന്നിട്ട് ഈ പറഞ്ഞ ഐറ്റംസ് അവിടെ സ്റ്റോറിംഗ് ഫെസിലിറ്റി കാണും. സോ ഇൻ ദ MMLP there will be facilities for storing, സോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോർ ചെയ്യാനോ ഫെസിലിറ്റി എന്താ അവിടെ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ കസ്റ്റംസ് ക്ലിയറൻസ് എന്തിനുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം, IT സർവീസ് പ്രൊവൈഡ് ചെയ്യാം. സോ ഇങ്ങനെ ഡിഫറെന്റ് സർവീസ് എന്ത് ചെയ്യാം? MMLPക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇന്ന് എന്ത് ചെയ്യുന്നു? ഐറ്റംസ് അതിന്റെ റെസ്പെക്റ്റീവ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഈ ഇടയിലുള്ള ജേർണി ക്യാൻ ബി ക്യാരിഡ് ത്രൂ റോഡ് ആയിരിക്കാം, റെയിൽ ആയിരിക്കാം, എയർപോർട്ട് ആയിരിക്കാം, ഇൻലൻഡ് വാട്ടർവേ ആയിരിക്കാം, അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ ആയിരിക്കാം. സോ ബൈ ഡിഫറെന്റ് വേ ഓഫ് ട്രാൻസ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉൽപ്പന്നം ട്രാൻസ്പോർട്ട് ചെയ്യാം.
That is what is called as multi-modal logistic park. Multi-modal എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വഴി ആയിരിക്കും എന്ത് ഈ പറഞ്ഞ സാധനങ്ങൾ മൂവ് ചെയ്യുന്നത്. അതുപോലെ ഈ പറഞ്ഞ ലോജിസ്റ്റിക് പാർക്കിനകത്ത് there will be facilities for storage, warehouse ഒക്കെ എന്ത് ചെയ്യാം ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. സോ നോക്കാം നമുക്ക് ഈ നോളജ് വെച്ചിട്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, MMLP will integrate multiple modes of free transport through highways, railway, inland waterway ആണല്ലോ. ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അവിടെ ഇന്റഗ്രേഷൻ ഉണ്ടാവാം. സെക്കൻഡ്, MMLP can offer auxiliary services including storage, warehouse, അതുപോലെ കസ്റ്റംസ് ക്ലിയറൻസ്, IT സർവീസ് ഒക്കെ എന്ത് ചെയ്യാം MMLPക്ക് പ്രൊവൈഡ് ചെയ്യാം. So you can see all the statements, both 1 and 2 are correct regarding multimodal logistic park. C is the right answer. So here you can see the example. So earlier you can see from Mumbai suburb, Thane, JNPT, different items are going to the National Capital Territory region. And then after the creation of multimodal logistic park, all the from the three places, the items will be accumulated in a single logistic park. അവിടെ നിന്ന് ഒരു സിംഗിൾ ട്രക്കിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു to the multimodal logistic park in the destination. From there, the item will be transported to the respective companies or respective places. So ഈ പറഞ്ഞ കണ്ടീഷൻ എന്താ അവിടെ കോസ്റ്റ് കുറയുന്നു. ലോജിസ്റ്റിക് കോസ്റ്റ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഏറ്റവും വെല്ലുവിളിയാണ്. ലോജിസ്റ്റിക് കോസ്റ്റ് കൂടുതലാണ്. ഈ പറഞ്ഞ ചരക്ക് ഗതാഗത സമയത്ത് അല്ലെങ്കിൽ ചരക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് കൂടുതലാണ്. സോ ആ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് കൂടുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വില എന്ത് ചെയ്യുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ബിസിനസ് എക്കോസിസ്റ്റത്തെ എന്ത് ചെയ്യാം, അത് ഇമ്പാക്ട് ചെയ്യാം. സോ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, കൺസിഡർ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കവച് ഇനിഷ്യേറ്റീവ്. സോ കവച് നമ്മൾ കണ്ടതാണ്. കവച് ഈസ് ഇന്ത്യസ് ഓൺ ഓട്ടോമാറ്റിക് ട്രെയിൻ കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റം. സോ ട്രെയിൻ കൊളിഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് കവച് സിസ്റ്റം. സോ ഈ അടുത്തിടയ്ക്ക് ട്രെയിൻ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ വരുന്നതാണ്. നമ്മൾ ക്ലാസ്സിൽ തന്നെ വീഡിയോ കാണിച്ചിരുന്നു, ഓർമ്മ വേണമല്ലോ. 2 ട്രെയിൻസ് സെയിം ട്രാക്കിലൂടെ വരുന്നു. കവച് മെക്കാനിസം വഴി ഓട്ടോമാറ്റിക്കായിട്ട് 2 ട്രെയിൻസും നിൽക്കുന്നു. സോ there will be automatic braking of the trains. And ഈ കവച് will be using radio frequency identification signals ആണ്. RFID ടെക്നോളജി ആണ് കവച് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Then second, it is a set of electronic devices and highly sensitive infrared devices. ആണോ? അല്ലല്ലോ. IR അല്ല, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി ആണ്. RFID ടെക്നോളജി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, IR ടെക്നോളജി അല്ല. So you can see second statement is incorrect. First statement is correct while second is wrong. So one only is the right answer. Then sixth question, UIDF, Urban Infrastructure Development Fund, is managed by. So when we discussed money and banking, നമ്മൾ ആ സമയത്ത് ആ വേളയിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. സോ ഇതിന് സമാനമായ ഒരു ഫണ്ട് ഉണ്ട്, RIDF എന്ന് പറയും, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. നമ്മുടെ നബാർഡ് മാനേജ് ചെയ്യുന്ന ഫണ്ടാണ് ഈ പറഞ്ഞ RIDF എന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഈ RIDF പ്രത്യേകത? നമ്മുടെ എന്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു പറഞ്ഞുണ്ടോ, മുൻഗണനാ മേഖല ലെൻഡിങ്, നമ്മൾ പറഞ്ഞ പ്രയോറിറ്റി സെക്ടർ വായ്പകൾ അല്ലെങ്കിൽ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനോ ഏതെങ്കിലും ഒരു ബാങ്കിന് ഷോർട്ട് ഫാൾ ഉണ്ടെങ്കിൽ ആ ഷോർട്ട് ഫാൾ നികത്താൻ വേണ്ടിയിട്ട് they can invest the money, they can deposit the money in the RIDF എന്ന് പറഞ്ഞിരുന്നു. സോ RBI ആയിരിക്കും ഈ പറഞ്ഞ എത്ര ആയിരിക്കും ആ ഡിപ്പോസിറ്റ് ചെയ്ത പൈസയ്ക്കുള്ള പലിശ എന്ന് തീരുമാനിക്കുന്നത്. കമ്പയർ ടു ദ ലോൺ, RIDF-ൽ ഒരു ബാങ്ക് നിക്ഷേപിക്കുമ്പോൾ മുൻഗണനാ മേഖല ലെൻഡിങ് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RIDF-ൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പലിശ നിരക്ക് കുറവായിരിക്കും. ആൻഡ് അതുപോലെ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ 2023 ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു ഫണ്ടാണ് UIDF, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസിന്റെ ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കാനായിട്ട്, അല്ലെങ്കിൽ ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് ദ ടാർഗറ്റ് ഓഫ് ദിസ് ക്രിയേഷൻ ഓഫ് ദിസ് UIDF. ആൻഡ് ഈ UIDF മാനേജ് ചെയ്യുന്ന ഏത് ബോഡിയാണ്? ഇറ്റ് ഈസ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. സോ അതുകൊണ്ട് തന്നെ in the new initiative or newly led initiative, we can see in case ഒരു ബാങ്ക് PSL ടാർഗറ്റ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ they can deposit their money either in RIDF അല്ലെങ്കിൽ UIDF എന്ത് ചെയ്യാം, അവർക്ക്
നിക്ഷേപിക്കാൻ കഴിയും. സോ PSL ഷോർട്ട് ഫോൾ, ആ ഷോർട്ട് ഫോൾ ആയിരിക്കും ഇവിടെ സോഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ UIDF-ലേക്ക് വരുന്നത്, അക്യുമുലേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. സോ യു ക്യാൻ സി ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ Tier 2 and Tier 3 cities. സോ ഈ പറഞ്ഞ UIDF-ൽ നിന്ന് UIDF ക്യാൻ ഗീവ് ലോൺസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോൺസ് അല്ലെങ്കിൽ ചില സ്കീംസിന് വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ടൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ UIDF ഫണ്ട് വഴി NHBക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കീംസ്, പബ്ലിക്കിന്റെ ഏജൻസി അല്ലെങ്കിൽ സർക്കാർ ഡിപ്പാർട്ട്മെന്റോ സർക്കാർ വകുപ്പുകളോ അർബനിൽ എന്തെങ്കിലും വികസനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, പലിശ കൊടുത്തുകൊണ്ട്, പലിശ വാങ്ങിച്ചുകൊണ്ട്. ഇപ്പൊ നമ്മുടെ നബാർഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നബാർഡ് ഒരു റീഫിനാൻസിങ് ഏജൻസി ആണെങ്കിലും ചില സമയങ്ങളിൽ എന്താണ് നബാർഡ് ഡയറക്ട് ഫിനാൻസ് ചെയ്യാറുണ്ട്. സർക്കാർ സ്കീമുകൾക്ക് വേണ്ടിയിട്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സ്കീമുകൾക്ക് വേണ്ടിയിട്ട് നബാർഡ് എന്ത് ചെയ്യാറുണ്ട്, നേരിട്ട് ഫണ്ട് കൊടുക്കാറുണ്ട്. അതല്ലാതെ നോക്കുമ്പോൾ നബാർഡ് എന്താ, ഒരു റീഫിനാൻസിങ് ഏജൻസിയാണ്. അതായത് നേരിട്ട് നബാർഡ് ലെൻഡ് ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ നബാർഡിൽ പോയി ചോദിച്ചിട്ട് പൈസ തരാൻ പറഞ്ഞാൽ, ലോൺ തരാൻ പറഞ്ഞാൽ തരത്തില്ല. നബാർഡ് ചെയ്യുന്നവനാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനോ ജില്ലാ സഹകരണ ബാങ്കിനോ പൈസ കൊടുക്കുന്നു. അതുവഴി വിവിധങ്ങളായ മേഖലയിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ വിവിധങ്ങളായ മേഖലയിൽ ഉള്ള ഇനിഷ്യേറ്റീവിന് വേണ്ടി ലോൺ കൊടുക്കാനായിട്ട് പറയുന്നു. സോ ആൻസർ ഈസ് സി. Then seventh question. Which of the following statement regarding PM Divine is or are correct? PM means Prime Minister's Development Initiative for Northeast Region. അതാണ് PM Divine സ്കീം. ഇതും 2022 ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത സ്കീമായിരുന്നു PM Divine, Prime Minister's Development Initiative for Northeast Region. So PM Divine is a centrally sponsored scheme എന്നാ പറഞ്ഞേക്കുന്നത്. അല്ല, ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീമാണ്. PM Divine എന്താണ്, സെൻട്രലി സ്പോൺസേർഡ് സ്കീം അല്ല. ഒരു കാര്യം ഓർത്തിരിക്കുക, അപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നോർത്ത് ഈസ്റ്റിനൊക്കെ ഫണ്ട് കൊടുക്കുമ്പോൾ മെജോറിറ്റിയും, കാരണം സിൻസ് ഇവിടെ വരുമാനം കുറവാണ്, ഇവിടെ റവന്യൂ ഒക്കെ സോഴ്സ് കുറവാണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആണെങ്കിൽ പോലും യു ക്യാൻ സി ഷെയറിംഗ് എത്തായിരിക്കും 90 സെൻട്രൽ ഗവൺമെന്റ്, 10 സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. നേരെ മറിച്ച് നോർമൽ ഷെയർ എന്ന് പറയുമ്പോൾ 50-50 ആവാം, അല്ലെങ്കിൽ 70-30 ആവാം, അല്ലെങ്കിൽ 60-40 ഒക്കെ ആവാം. ഇപ്പൊ നമ്മൾ കണ്ട ഗ്രാമസഡക് യോജനയ്ക്കകത്ത് നമ്മൾ കണ്ടല്ലോ, ഇപ്പം ഗ്രാമസഡക് യോജനയ്ക്കകത്ത് നിലവിൽ എന്താ 60% സെൻട്രലും 40% സ്റ്റേറ്റുമാണ്. അപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് 40% ഇടുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോൾ എന്താ, സ്കീമിന്റെ പേര് ഗ്രാമസഡക് യോജന ആണ്. അപ്പൊ അത് പലരും ക്രിട്ടിസൈസ് ചെയ്തതാണ്, കാരണം നമ്മുടെ പേര് വരുന്നില്ല. അവർ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പേര് വരുന്നില്ല. ഈ ഇടയ്ക്ക് പറയുമ്പം ലൈഫ് മിഷൻ സ്കീമിനകത്ത് 1.5 lakh വെച്ചോ സെൻട്രൽ ഗവൺമെന്റ് തരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫണ്ട് തരുന്നുണ്ടെങ്കിൽ, അത് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലോഗോ വെക്കണം എന്ന് പറഞ്ഞാണ് കേന്ദ്ര ഗവൺമെന്റ്. സോ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വരുന്നുണ്ട് പലപ്പോഴും. ഇവിടെ നോക്കുമ്പോൾ ഇതെന്താണ്, PM Divine എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീമാണ്. കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ട് ഫണ്ട് ചെയ്യുന്ന സ്കീമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ അല്ല, മറിച്ച് ഡോണർ ആണ്, മിനിസ്ട്രി ഓഫ് നോർത്ത് ഈസ്റ്റ് റീജിയൻ ആണ്. സോ നോർത്ത് ഈസ്റ്റ് റീജിയൻ, മിനിസ്ട്രി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് റീജിയൻ. സോ മിനിസ്ട്രി ഓഫ് നോർത്ത് ഈസ്റ്റ് റീജിയൻ ആണ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയൻ കണക്ടിവിറ്റിയും ഇൻഫ്രാസ്ട്രക്ചർ ലാക്ക് ചെയ്യുന്ന നോർത്ത് ഈസ്റ്റ് റീജിയനിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ എൻഹാൻസ് ചെയ്യുക. അതാണെന്ത് ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. സോ ഇറ്റ് വിൽ ഫണ്ട് ബോത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് പ്രൊജക്ട്സ്. രണ്ട് ശരിയാണ്, സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറും ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു സ്കീം എയിം ചെയ്യുന്നുണ്ട്. അതുപോലെ ദിസ് വിൽ എനേബിൾ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് ഫോർ യൂത്ത്, വുമൺ, ഫിൽ ഇൻ ദ ഗ്യാപ്സ് ഇൻ വേരിയസ് സെക്ടേഴ്സ്. അതും ശരിയാണ്, യൂത്ത്, വുമൺ, അവർക്ക് വേണ്ടിയുള്ള ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് ഇവയെല്ലാം ഈ സ്കീമിന്റെ ഭാഗമാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ബാക്കി രണ്ടും ശരിയാണ്. സോ 2 and 3 ആർ കറക്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തതല്ല ഇത്, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. സോ 2 and 3 ആർ കറക്റ്റ്. സി ഇസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് യു മേ സി ദ ഒബ്ജക്റ്റീവ്സ് നോക്കുവാണെങ്കിൽ can see fund infrastructure convergently in the spirit of PM ഗതിശക്തി. സോ PM Divine സ്കീമിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്താണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുമ്പോൾ എന്ത് വേണം, there should be a convergence
വിച്ച് മീൻസ് പല ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കണം. നമ്മൾ കണ്ടല്ലോ ഗതിശക്തി പോർട്ടൽ, ഓർമ്മയുണ്ടല്ലോ, PM ഗതിശക്തി പോർട്ടൽ. എന്തുവേണ്ടിയായിരുന്നു? മെയിൻലി ദ മെയിൻ എയിം ഓഫ് ദിസ് പോർട്ടൽ ഈസ് ടു എൻഹാൻസ് ദ കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. പല ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള കോർഡിനേഷൻ അത് വർദ്ധിപ്പിക്കുകയായിരുന്നു എന്ത് PM ഗതിശക്തിയുടെ പ്രധാന ഉദ്ദേശം. സോ യു ക്യാൻ സി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്. ദെൻ അടുത്ത ഒബ്ജക്റ്റീവ് ആണ് സപ്പോർട്ട് സോഷ്യൽ ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡ്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് റീജിയൻ. നോർത്ത് ഈസ്റ്റ് റീജിയന്റെ ആവശ്യമനുസരിച്ചുള്ള സാമൂഹ്യക്ഷേമ വികസനങ്ങൾ. അതുപോലെ എനേബിൾ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് ഫോർ യൂത്ത് ആൻഡ് വുമൺ. യൂത്തിനും വിമണിനും വേണ്ടിയുള്ള ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ ഫിൽ ദ ഡെവലപ്മെന്റ് ഗ്യാപ്സ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ്. സോ ഇതൊക്കെ ഈ പറഞ്ഞ PM ഡിവൈൻ സ്കീമിന്റെ ഇനിഷ്യേറ്റീവ് ആണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണ്. Then 8th question. Khan Prahariya, sometimes seen in news, was related to. So Khan Prahariya was about illegal coal mining report ചെയ്യാനുള്ള ഒരു പോർട്ടലാണ്. So Khan Prahariya is for reporting illegal coal mining incident through geotagged photographs as well as textual information by any individual. നമ്മൾ ഇല്ലീഗലായിട്ട് എവിടെയെങ്കിലും കോൾ മൈനിങ് കാണുകയാണെങ്കിൽ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യാത്ത ഒരു മൈനിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാട്ട്ഫോൾ മൈനിങ് പോലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി. സോ ഇഫ് യു ആർ എൻകൗണ്ടറിങ് എനി സോർട്ട് ഓഫ് ഇല്ലീഗൽ കോൾ മൈനിങ് ആക്ടിവിറ്റി യു ക്യാൻ ടേക്ക് ഫോട്ടോസ്. അതിന് എന്ത് ചെയ്യാം? ലൊക്കേഷൻ വെച്ച് ഫോട്ടോ എടുക്കാം, ലൊക്കേഷൻ ടാഗ് ചെയ്യാം, along with you can raise a complaint and your നിങ്ങളുടെ ഐഡന്റിറ്റി വിൽ ബി കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അത് പുറത്തുവിടില്ല. ആൻഡ് ഗവൺമെന്റ് വിൽ ടേക്ക് ആക്ഷൻസ് അഗൈൻസ്റ്റ് those illegal coal miners. So answer D ആണ്. This is about Khan Prahari App. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. I hope you all remember about what I said during the class. Then next question. With reference to Parvatmala program, consider the following statements. So in this program, geotextiles are placed horizontally in layers in mountain regions to prevent landslides, which are generally induced by heavy rainfall. The scheme includes protection of fragile mountainous ecosystem of India, especially the Himalayan and Western Ghats. നല്ല രസമില്ലേ തോന്നിയിട്ട് കണ്ടിട്ട്? പർവ്വതമാല, പേര് പർവ്വതം, അതിന് മാല ഇടുന്നു എന്നൊക്കെ തോന്നാം. ആക്ച്വലി രണ്ടും തെറ്റാണ്. നല്ല സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഞാനിട്ടതാണ്. സോ യു ക്യാൻ സി both the statements are wrong. Parvatmala scheme mainly aims to increase the connectivity in mountain regions. നമ്മുടെ മൗണ്ടനസ് റീജിയൻസിൽ കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുകയാണ് ഇതിന്റെ ഉദ്ദേശം. ആൻഡ് യു ക്യാൻ സി there will be നമ്മുടെ കേബിൾ കാർസ് ഉണ്ടല്ലോ, കേബിൾ കാർസ്, നാഷണൽ റോപ്പ് വേ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നതിന്. സോ പർവത്മാല സ്കീമിന്റെ മറ്റൊരു പേര് നാഷണൽ റോപ്പ് വേ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ്. നാഷണൽ റോപ്പ് വേ ഡെവലപ്മെന്റ് പ്രോഗ്രാം. സോ ഇത് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് ചില ഹില്ലി ഏരിയയിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ബിൽഡ് റോഡ്സ്. ഇപ്പൊ റോഡോ റെയിലോ ഒക്കെ അവിടെ പണിയാൻ എന്താ പാടായിരിക്കും, കാരണം എൻവയോൺമെന്റിൽ ചലഞ്ച് ഉണ്ട്. ഇപ്പം ഈ മലയിലൊക്കെ റോഡ് പണിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ റെയിൽവേ വരണമെങ്കിൽ നമ്മൾ കുറെ എന്ത് ചെയ്യേണ്ടി വരും? വി നീഡ് ടു ടണൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലോട്ട് ഓഫ് ഫോറസ്റ്റ് വിൽ ബി ക്ലിയർ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും റോഡ് പണിയായാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ റെയിൽവേ പണിയായാലും. ഇപ്പൊ നമ്മളിപ്പോ ഈ ശബരിമലയുടെ കാര്യം പറയുമ്പോൾ ശബരിമലയിൽ there is a limit for development. കാരണം ശബരിമല ഇരിക്കുന്ന ഒരു പ്രിസ്റ്റീൻ എന്താണ്, ഒരു എക്കോസിസ്റ്റത്തിലാണ്. നമ്മുടെ പരിശുദ്ധമാണെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാങ്ച്വറി ഏരിയ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ സി അവിടെ ധാരാളം ആനിമൽസ് ഉണ്ട്, ധാരാളം പ്ലാന്റ്സ് ഉണ്ട്, വൈഡ് വെറൈറ്റി ഓഫ് ഫ്ലോർ ആൻഡ് ഫോൺ ഉള്ള സ്ഥലമാണ്. ആൻഡ് അവിടെ എന്താ, നമുക്കൊരു ഡെവലപ്മെന്റ് വരണമെങ്കിൽ പല ഇതിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വരണമല്ലോ. ഈ പറഞ്ഞ കോൺക്രീറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആനസിൽ കൊണ്ടുവരണം. സോ ഒന്ന് അവിടെ കൊണ്ടുവരാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ കൂടാതെ എന്താ, ഇമ്പാക്ട് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു പ്രദേശത്ത്, ശബരിമല എന്ന പ്രദേശത്ത് യു ക്യാൻ സി അവിടെ ഫെസ്റ്റിവൽ സീസണിൽ ഇത്രയും തിരക്ക് വരുന്നു. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്താ, വളരെ കുറവാണ്, ലിമിറ്റഡ് ആണ്. കാരണം ഒരു പരിധി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഓഫ് ദിസ് ഈ റോഡൊന്നും പണിയാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോസിബിലിറ്റി എന്താണ്, ഈ റോപ്പ് വേ ഒക്കെയാണ്, കേബിൾ കാർസ് ഒക്കെ. അതൊക്കെ എന്താ വി ക്യാൻ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന്
ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ പർവ്വതമാല സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻലി എന്താ ഡിഫിക്കൽട്ട് ടെറൈൻസ്, പ്രത്യേകിച്ച് ഹില്ലി ഏരിയസിൽ റോഡ് അക്സസിബിലിറ്റിയും അല്ലെങ്കിൽ റെയിൽവേ അക്സസിബിലിറ്റിയും കൊണ്ടുവരാൻ പറ്റാത്ത പ്രദേശങ്ങളിൽ നമ്മുടെ കേബിൾ കാർസ് പോലെ റോപ്പ് വേസ് വഴി എന്ത് ചെയ്യുക, കണക്ടിവിറ്റി കൊണ്ടുവരിക. സോ ദ എയിം ഈസ് ടു ഇംപ്രൂവ് കണക്ടിവിറ്റി ആൻഡ് കൺവീനിയൻസ് ഫോർ കമ്മ്യൂട്ടേഴ്സ് ബിസൈഡ്സ് പ്രൊമോട്ടിംഗ് ടൂറിസം. അവിടെയുള്ള ആളുകൾക്ക്, അവിടെയുള്ള താമസക്കാർക്ക് അത് ഉദ്ദേശിക്കുന്നത് ടൂറിസം മാത്രമല്ല, അവിടെയുള്ള ആളുകൾക്ക് കൂടെ അക്സസിബിലിറ്റി എന്താ ഉറപ്പുവരുത്തുക. ആൻഡ് യു ക്യാൻ സി നമ്മുടെ സാധാരണഗതിയിലുള്ള സിസ്റ്റത്തെ അപേക്ഷിച്ച് ഈ പറഞ്ഞ റോപ്പ് വേസ് വരുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ആനുവൽ ഫ്രണ്ട്ലി, പരിസ്ഥിതിക്ക് ആഘാതം കുറവായിരിക്കും, ഉണ്ടാവാം പക്ഷെ കുറവായിരിക്കും. സോ ഇതിന് ആൻസർ എന്താ? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. രണ്ടുമല്ല. ആൻസർ ഈസ് DM. Then 10th question. Which of the following statements regarding NIP, National Infrastructure Pipeline, is or are correct? The first, the project includes, or the project under NIP covers both social and economic infrastructure. രണ്ടു വരുന്നുണ്ട്. നമ്മളൊന്ന് പറഞ്ഞാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളും അതുപോലെ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളും രണ്ടും ഇതിൽ വരുന്നുണ്ട്, NIP-കകത്ത് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ഫണ്ടഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് 60-40 റെസ്പെക്റ്റീവ്ലി. അല്ല, നമ്മൾ പറഞ്ഞു NIP-യില് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് പാർട്ടീസ് 3 പേരുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റും NIP-യില് ഉണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Energy, road, railway, urban infrastructure are estimated to account for the bulk of the project. ശരിയാണ്. മേജർ ഓഫ് ദ പ്രൊജക്ട്സ് ഏകദേശം 111 ലക്ഷം കോടിയുടെ പ്രവർത്തനമാണ് NIP വഴി ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സ്വകാര്യ നിക്ഷേപങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി ഇതിലെ മെജോറിറ്റി ഓഫ് ദ പ്രൊജക്ട്സും വരുന്ന എവിടെയാണ്? എനർജി, റോഡ്, റെയിൽവേ ആൻഡ് അർബൻ പ്രൊജക്ട്സ് ആണ്. സോ ഇവിടെയൊക്കെയാണ് ഈ പറഞ്ഞ 111 lakh crore മെജോറിറ്റി ഓഫ് ദ ഫണ്ടും ചിലവാക്കുന്നത്. സോ ആൻസർ എന്താ? ഫസ്റ്റ് ടൈം ശരിയാണ്, സെക്കൻഡ് തെറ്റാണ്. സോ ആൻസർ 1 and 3 only. ആൻഡ് യു ക്യാൻ സി ദ ഷെയർ. ഇതിൽ ഷെയർ നോക്കാൻ നിങ്ങൾക്ക് ഇതിൽ 70% വരുന്നത് ഏതാ? ഈ പറഞ്ഞ എനർജി, റോഡ്, റെയിൽവേ ഒക്കെയാണ്. Then next question. Which of the following statement regarding Parivesh portal mentioned in the budget 2022-23 is correct? So Parivesh portal ne പറ്റിയ ഒരു ചോദ്യമാണ്. So the first statement, it is an environmental clearance single window hub for environment, forest, wildlife and CRZ, cost regulations on clearances. ശരിയാണ്. So Parivesh portal നമുക്കറിയാം, ഒരു കമ്പനി, ഒരു സ്വകാര്യ കമ്പനി ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ വെൻ ദിസ് കമ്പനി വാണ്ട് ടു സെറ്റപ്പ് ആൻ ഇൻഡസ്ട്രി, ഈ കമ്പനിക്ക് ധാരാളം ക്ലിയറൻസ് ആവശ്യമാണ്. ഈ പറഞ്ഞ എൻവയോൺമെന്റ് ക്ലിയറൻസ്, അതുപോലെ ക്ലിയറൻസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ക്ലിയറൻസ് എന്താ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമേ ദേ ക്യാൻ എക്സിക്യൂട്ട് ദ പ്രൊജക്ട്. സോ ഇങ്ങനെ ക്ലിയറൻസുകൾ പലപ്പോഴും എന്താ ഇതിൽ വരും, കാരണം ഓരോ മന്ത്രാലയത്തിൽ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. ഏർലിയർ കേസ് we have to apply for clearances to different departments. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഇങ്ങനെ മറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവാം? കാലതാമസം ഉണ്ടാവാം. അത് പലപ്പോഴും പ്രൊജക്ട് സ്റ്റാൾ ചെയ്യാൻ കാണുന്നു. ഇത് മാറിയിട്ട് ഒരു സിംഗിൾ വിൻഡോ വഴി ഡിഫറെന്റ് ക്ലിയറൻസുകൾ ഒരു സംരംഭകന് നേരിടുക്കാൻ പറ്റുക. ദാറ്റ് ഈസ് ദ എയിം ഓഫ് ദിസ് പരിവേഷ് പോർട്ടൽ. സോ ഇറ്റ് ഈസ് ആൻ എൻവയോൺമെന്റൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഫോർ എൻവയോൺമെന്റ്, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് CRS clearances. That is correct. The system has been designed, developed and hosted by Ministry of Environment, Forest and Climate Change. So Ministry of Environment, Forest and Climate Change ആണ് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തത് വിത്ത് ടെക്നിക്കൽ സപ്പോർട്ട് ഫ്രം NIC. NIC ആണ് ഈ സൈറ്റ് ഡെവലപ്പ് ചെയ്ത, അത് ഹോസ്റ്റ് ചെയ്തേക്കുന്ന മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ആൻഡ് യു ക്യാൻ സി ദിസ് പരിവേഷ് പോർട്ടൽ. പരിവേഷും പ്രകാശും വ്യത്യാസമാണ്. പ്രകാശ് പോർട്ടൽ എന്താണ്? നമ്മുടെ കോൾ ബന്ധപ്പെട്ടുള്ള പോർട്ടലായിരുന്നു. പ്രകാശ് പോർട്ടൽ. ഇത് പരിവേഷ് പോർട്ടൽ. സോ it means this portal aims to give various types of clearances like environment, forest, wildlife, CRS clearances from state, central and district level authorities. So minimum government, maximum governance, that is the aim of this portal.
സോ സർക്കാരിന്റെ മിനിമം ഗവൺമെന്റ്, അതായത് കുറച്ച് എന്താണ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ചെറിയൊരു ഗവൺമെന്റ്, മാക്സിമം ഗവേണൻസ്, ഭരണ നിർവഹണം നടക്കുക കൂടുതൽ. സർക്കാരിന്റെ ഇടപെടലിനെക്കാളും കൂടുതലും ഭരണ നിർവഹണം എളുപ്പത്തിൽ നടക്കുക. ദാറ്റ് ഈസ് ദ എയിം ഓഫ് ദിസ് പരിവേഷ്. 12th question. Consider the statements regarding International Solar Alliance. ISA is a treaty-based international government organization which aims to unlock 1 trillion of investment in solar by 2030. 2030 കൂടി സോളാർ എനർജി മേഖലയിൽ, റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള സോളാർ എനർജി മേഖലയിൽ $1 trillion $1 trillion ഇൻവെസ്റ്റ്മെന്റ് മൊബിലൈസ് ചെയ്യുക, ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ എയിം ഓഫ് ദിസ് ISA. ശരിയാണ്, ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷനുമാണ്. വിച്ച് മീൻസ് ഈ ഒരു ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ, ISAയുടെ അലയൻസ് ചേരണമെങ്കിൽ രാജ്യം എന്ത് ചെയ്യണം? ഒപ്പിടണം. ഈ പറഞ്ഞ ISAയുമായിട്ട് ഒരു കരാർ ഒപ്പിടണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കൺട്രിയാണ് USA. സോ USA ഹാസ് സൈൻഡ് ആൻ അഗ്രിമെന്റ് വിത്ത് ISA. ISAയിൽ ട്രീറ്റി സൈൻ ചെയ്തു. അങ്ങനെയാണ് USA ഇതിന്റെ പാർട്ടാവുന്നത്. ISA was the first international intergovernmental organization to be headquartered in India. സോ ഞാൻ ഇന്ന് പറഞ്ഞതാണ്, ഇന്ത്യയിൽ ആസ്ഥാനം വരുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര ഏജൻസി, അന്താരാഷ്ട്ര ബോഡിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. എവിടെ വരുന്നത്? ഹരിയാനയിലെ ഗുരുഗ്രാം ഓർ ഗുർഗാവോൺ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. Then third, the signing and ratification of International Solar Alliance framework by the countries began during COP27 of UNFCCC in 2022. അല്ല, കഴിഞ്ഞ വർഷമൊന്നും അല്ല, കഴിഞ്ഞ മുമ്പത്തെ വർഷമൊന്നും സ്റ്റാർട്ട് ചെയ്തേ. ഇത് പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഫ്രാങ്കോയിസ് ഹൊളണ്ടേ, ഫ്രാൻസ് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹൊളണ്ടേ, ഇവർ രണ്ടുകൂടി ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ബോഡി രൂപീകരിക്കുന്നത്. സോ ഇറ്റ് വാസ് എൻ ഇനിഷ്യേറ്റീവ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് ഫ്രാൻസ് എന്ന് കാണാം. ഫ്രാൻസിന്റെയും ഇന്ത്യയുടെയും ഒരു ജോയിന്റ് ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് യു ക്യാൻ സി ഇറ്റ് വാസ് നോട്ട് സൈൻ ഡ്യൂറിംഗ് COP27, അല്ല, പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് സമയത്ത്. സോ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് ഏകദേശം 2015 സമയത്ത് തന്നെ വി ആർ ഡിസൈഡഡ് ടു സൈൻ ദിസ്, ടു ഫോം ദിസ് ഓർഗനൈസേഷൻ. ട്രീറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. സോ COP21 ആണ്, 2015 ആണ്, നോട്ട് 2022. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. 1 and 2 are correct. B is the right answer. Then consider statements regarding FASTag ആണ്. സോ ഫാസ്ടാഗിനെ പറ്റിയ ചോദ്യമാണ്. FASTag is used to make toll payments directly from customers linked prepaid or bank account. നമ്മുടെ കസ്റ്റമറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ ഒരു പ്രീപെയ്ഡ് വാലറ്റിൽ നിന്നോ ഓട്ടോമാറ്റിക് ആയിട്ട് ടോൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. സോ thereby we can reduce the stoppage of vehicles. വാഹനത്തിന്റെ സ്റ്റോപ്പേജ് എന്ത് ചെയ്യാം? പ്രിവെന്റ് ചെയ്യാം. മുൻകാലങ്ങളിൽ ഈ ടോൾ പ്ലാസുകളിൽ ഫാസ്ടാഗ് ഇല്ലാത്ത സമയത്ത് വെഹിക്കിൾസ് എന്ത് ചെയ്യണം? ടോൾ പ്ലാസുകളിൽ സ്റ്റോപ്പ് ചെയ്യണം. And they have to make payments. ഈ ടോൾ പേ ചെയ്യണം, അതിന്റെ ബാലൻസ് മേടിക്കണം, ടിക്കറ്റ് മേടിക്കണം. സോ there will be delay. ഒരു വെഹിക്കിൾ പോകണമെങ്കിൽ നല്ല ഡിലേ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ്? വെഹിക്കിൾസ് ഫാസ്റ്റാഗ് സ്ലോ ചെയ്യും. അവിടെ വെച്ച് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ടോൾ പ്ലാസയിലുള്ള സെൻസേഴ്സ്, കാറിന്റെ വിൻഷീൽഡിലുള്ള ഫാസ്റ്റാഗ്, കാറിന്റെ അല്ലെങ്കിൽ വെഹിക്കിളിന്റെ വിൻഷീൽഡിലുള്ള ഫാസ്റ്റാഗ് റീഡ് ചെയ്യുന്നു, വെഹിക്കിൾ നമ്പർ റീഡ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ ഡിഡക്ട് ചെയ്യുന്നു. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല എങ്കിൽ നമ്മളെന്താ? ഫാസ്റ്റാഗ് വർക്ക് ചെയ്തില്ല, അക്കൗണ്ടിലോ വാലറ്റിലോ പൈസ ഉണ്ടായിരിക്കണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ദെൻ ദ ഡിവൈസ് എംപ്ലോയീസ് IR ടെക്നോളജി അല്ല, ഇൻഫ്രാ ടെക്നോളജി അല്ല. ഇറ്റ് ഈസ് യൂസിങ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആണ്. ഇവിടെ എന്താ? RFID ടെക്നോളജി ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. So second statement is again wrong. Then third, it is operational only at national highways. ദേശീയപാതയിൽ മാത്രമല്ല, സംസ്ഥാന പാതകളിലും സംസ്ഥാന ഹൈവേസിലും സ്റ്റേറ്റ് ഹൈവേസിലും എന്ത് ചെയ്യാം? ഇത് ഓപ്പറേഷൻ ആവാം. ആൻഡ് പല സംസ്ഥാനത്തും വി ക്യാൻ സി ടോൾ കളക്ട് ചെയ്യാനായിട്ട് സംസ്ഥാന പാതകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഫാസ്റ്റാഗ് വഴി കളക്ട് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ സി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 2, 3 are wrong because it is operational not only at highways
but also in state highways. State highways ഇത് ഉണ്ടെന്ന് കാണാം. A is the right answer. So you may read the key detail. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. With respect to rat hole mining, next question. It is an advanced scientific method of mining coal to extract coal by reducing the impact on the biodiversity in the region. നമ്മൾ കണ്ടല്ലോ rat hole mining. I have shown you the picture of rat hole mining when I take the class. ഞാൻ ആ ക്ലാസ് എടുത്ത സമയത്ത് I have shown you the picture of this rat hole mining. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു, ഒരു മലയിൽ എലി തുറക്കുന്ന പോലെ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ആൾക്കാർ കയറി പോയിട്ടാണ് കോള് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. And you can see this is not at all an advanced method. Advanced method അല്ല. It has its risk. പലപ്പോഴും നമ്മുടെ നോർത്ത് ഈസ്റ്റില്, പ്രത്യേകിച്ച് മേഘാലയയില് there was incident. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കുറച്ചു കാലം മുന്നേ ഈ കൽക്കരി ഖനിയിൽ റാറ്റ് ഹോൾ മൈൻ ചെയ്യാൻ പോയ കുറച്ച് തൊഴിലാളികൾ കുടുങ്ങി, കുറച്ചുപേർ മരിച്ചു പോയിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇത് ബാൻ ചെയ്തതാണ്. ഈ റാറ്റ് ഹോൾ മൈനിങ്. സോ ദേശീയ ഹരിത ട്രിബ്യൂണൽ ബാൻ ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ്. സോ ഇതെന്താ, സയന്റിഫിക് മെത്തേഡ് അല്ല. അതുപോലെ ഇറ്റ് ഹാസ് ഇസ് ഇമ്പാക്ട് ഓൺ ദ ബയോഡൈവേഴ്സിറ്റി. അതെന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ മൈൻ ചെയ്തിട്ട് എന്താ, ഈ കോൾ മൈന് അടക്കെ ഇട്ടേക്കും. സോ അവിടെ മഴയൊക്കെ ലീച്ച് ചെയ്ത് ലാൻഡ്സ്ലൈഡ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോളിന്റെ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, പുറത്തേക്ക് വരാം. സോ യു ക്യാൻ സി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് മോസ്റ്റ്ലി ഇൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ, എസ്പെഷ്യലി ഇൻ മേഘാലയ. ശരിയാണ്, മേഘാലയയിലാണ് പ്രധാനമായിട്ടും റാറ്റ് ഹോൾ മൈനിങ് കാണുന്നത്. സോ സെക്കൻഡ് ഈസ് കറക്റ്റ്, ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ബി, 2 only is the right answer. അതുപോലെ ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു ടണലില് കുറച്ച് തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് റാറ്റ് ഹോൾ മൈനിങ് അല്ല, പക്ഷെ ആ സമയത്ത് റാറ്റ് ഹോൾ മൈൻ ചെയ്ത ആൾക്കാരെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റാറ്റ് ഹോൾ മൈൻ ചെയ്ത അത് എക്സ്പേർട്സ്, റാറ്റ് ഹോൾ മൈൻ ചെയ്യുന്ന ആൾക്കാര് ഇവരെ രക്ഷിക്കാനായിട്ട് അവസാന ഘട്ടത്തിൽ അവരുടെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു. സോ ബി, 2 only is the right answer. This is a picture of rat hole. Which of the following statements is or are correct regarding road transport in India? First statement, the national highways constitute only 1/4 of the total length of roads in India. ഇന്ത്യയിലെ മൊത്തം റോഡിന്റെ 1/4, which means 25% ദേശീയപാത ഉള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? 25 ഉണ്ടോ? ഇല്ല. ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 2% ഉള്ളൂ. ഏകദേശം 2.2% മാത്രമേ ഉള്ളത് ദേശീയപാത. So first statement is wrong, because national highways, even though it is controlling or even though it is carrying huge amount of traffic and freight, goods transportനും അതുപോലെ പാസഞ്ചർ മൂവ്മെന്റിനും വേണ്ടിയിട്ട് വലിയ ഉപയോഗിക്കപ്പെടുന്ന ഒരു റോഡ് നെറ്റ്വർക്ക് ആണ് ഹൈവേ. പക്ഷെ എന്താ, ഈ പറഞ്ഞ ഹൈവേസ് ഈവൻ ദോ ദേ ആർ ഹാവിംഗ് ദിസ് മച്ച് ക്യാരിങ് കപ്പാസിറ്റി, അതിന്റെ നമ്പർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദ പെർസെന്റേജ് ഓഫ് ഹൈവേസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Then second, road network in India is the 4th largest in the world after USA, Russia and China. USA, Russia, China കഴിഞ്ഞാൽ 4th largest network ആണ് ഇന്ത്യക്കുള്ളത്. അല്ല, 4th അല്ല, it is the 2nd largest. India has the 2nd largest road network in the world after USA ആണ്. So second statement is also wrong. Then Kerala has the highest state highways network in the country. അല്ല, കേരള അല്ല, മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രക്കാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഹൈവേസ് ഉള്ളത്. സോ 1, 2, 3 all the statements are wrong. The answer will be D, none. ചോദ്യം എന്താണ്, ഏതാണ് ശരിയെന്നാണ്. സോ അതുകൊണ്ട് തന്നെ none are correct. All the statements are wrong. So you can see the share. ഓരോ സ്റ്റേറ്റിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി വരുന്നത് മഹാരാഷ്ട്ര, then കർണാടക, Gujarat, Rajasthan, Andhra. So these are the states with the largest state highway network in the country. Then 16th question. Consider the statements regarding national waterways in the country. National Waterway 1 spans across UP, Bihar, Jharkhand, West Bengal. Correct ആണ്. National Waterway 1 എന്ന് പറയുമ്പോൾ അത് ഇവിടെ തൊട്ട് വരെയാണ്. It is from
Allahabad to Haldia or Prayagraj to Haldia. Allahabad in Pudipera, Prayagraj. So Allahabad to Haldia, Iparna, National Waterway 1. So it is spanning across the states like UP, under Bihar, Jharkhand, West Bengal. In our Samsantha, first statement is correct. Second, the Sadhya Dubri stretch of Brahmaputra is declared as National Waterway 2. Shriana, Dubri Sadhya. That is the National Waterway 2 stretch, Dubri and Sadhya. Second statement is also correct. Then National Waterway 3 is not currently operational. It's not currently under operation. And it is in the planned stage. So, we have class experience. National Waterway 3 is called as the West Coast Canal. West Coast Canal waterway, National Waterway 3. Kollam to Kottapura. People earlier it was Kollam to Kottapura. Currently, Kollam to Kozhikode. Kollam to Kozhikode in the stretcher. Kollam to Kozhikode stretcher. So, National Waterway 3 is not currently under operation. It is under operation. Operational waterway, National Waterway 3. So, 1 and 2 are correct. 3 is wrong. So, answer is B, 1 and 2 only. And you can see the important national waterways. National Waterway important and stretch the area. So 1, then 2, then 3, 4, 5, and 6. 70th question. Consider the following pairs of seaports and their locations. So, we port name Ennur port. And those are Paralo? 4, 5, 6 operational. Operational. And operational. Another process. 6 under process. 6. I have given you a list. A list of the operational national water list. I'll check here. 13 operational waterways list. Continue. And note I have given 13 operational national waterways. 13 operational national waterway as per PAB. And at least 1, 2, 3 so can you go to the operational national waterway in the list? This number is 1, 2, 3, 4, 5, 6 in case operational, they may ask the following pairs. National waterway 1, 2, 3, 4, and locations. Okay, sir. Then 70th question. Consider the following pairs of seaports and their locations. So seaports, like our port name is Ennur port, Andhra Pradesh. Ennur port, it is in Tamil Nadu. Ennur port. Then Navasheva port is not in Karnataka, it is in Maharashtra. Navasheva port. Then Deen Dayal port, Gujarat. That is correct. So, Navasheva port is also called as Jawaharlal Nehru port. Jawaharlal Nehru Port Trust. Jawaharlal Nehru Port Trust is also called as Navasheva port. So, it is in Maharashtra. Karnataka illa Maharashtra. So first Techana, second Techana, third Shiriana. Deen Dayal port. Adana Kandla port. Deen Dayal port or Kandla port. So you can see the names of major ports. Our major ports in the pair are location. Eastern side, western side. Arake Ola Narnikia. For Haldia, Kolkata port, Adana Haldia port. Then Paradhi port. Then Vishakhapatnam port. Ennur port. Then Tuticorin, Kochi, Bangalore. So go through this important port and the locations. The port and locations on the okay. That's
മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. UPSC തന്നെ കഴിഞ്ഞ അടുത്ത് നടന്ന UPSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫിലിംസിന് ഈ പോർട്ട് അതിന്റെ ലൊക്കേഷൻസ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട്. സോ 80th question. Consider the statements regarding HVJ natural gas pipeline. Hazira, Vijaypur, Jagadishpur pipeline. അതാണ് HVJ pipeline എന്ന് പറഞ്ഞത്. ഹസീറ, വിജയ്പൂർ, ജഗദീഷ്പൂർ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ. സോ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർസ്റ്റേറ്റ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ ആണ് ഈ HVJ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞത്. സോ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർസ്റ്റേറ്റ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ ആണ് ഹസീറ, വിജയ്പൂർ, ജഗദീഷ്പൂർ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സോ ദിസ് ക്വസ്റ്റ്യൻ വാസ് ടേക്കൺ ഫ്രം NCERT ആണ്, നമ്മുടെ +2 NCERT. അതിൽ ജോഗ്രഫിക്കകത്ത് there is a portion called infrastructure. അപ്പൊ അതിനെടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് HVJ പൈപ്പ് ലൈൻ്റെ ചോദ്യം. സോ എക്കണോമിക് ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ ആണ് അത്. ഞാൻ ആ ടെക്സ്റ്റിന്റെ PDF ഞാൻ ഷെയർ ചെയ്യാം, ആ ചാപ്റ്ററിന്റെ PDF ഞാൻ ഷെയർ ചെയ്യാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. പക്ഷെ അതിൽ ഡേറ്റ ഒക്കെ കുറച്ച് പഴയതാണ്, അതുകൊണ്ടാണ് അധികം ഫോക്കസ് ചെയ്യാത്തത്. ചില ഡേറ്റ ഒക്കെ പഴയതാണ്. സോ നമ്മൾ നോട്ട് നോക്കുക, അതിനൊപ്പം തന്നെ എന്താ ഒരു റെഫറൻസ് എന്ന രീതിയിൽ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് നോട്ട്. അതിനകത്ത് യു ക്യാൻ സി ദർ ആർ ഈ പറഞ്ഞ ഗ്യാസ് പൈപ്പ് ലൈൻസിനെ പറ്റിയൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സിലബസ് എടുത്ത് പറയുന്നില്ല, പക്ഷേ ഈ സിലബസിനകത്ത് ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ദർ ഈസ് എ മെൻഷനിങ് അബൌട്ട് എനർജി. എനർജി എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ എനർജിക്കകത്ത് വി ഹാവ് ഡിസ്കസ്ഡ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കോൾ പറഞ്ഞു, ദെൻ പെട്രോളിയം പറഞ്ഞു, അതുപോലെ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ റിന്യൂവബിൾ എനർജി, പ്രത്യേകിച്ച് സോളാർ എനർജി ഒക്കെ ഈ ഇടയ്ക്ക് ഭാഗത്തിൽ വന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നാച്ചുറൽ ഗ്യാസും അറിയേണ്ടതാണ്. സോ ഞാൻ ആ PDF ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അതുപോലെ ഞാൻ ഗ്രൂപ്പിൽ കറണ്ട് അഫയേഴ്സിന്റെ നോട്ടിട്ടുണ്ടായിരുന്നു. ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ ദാറ്റ്? നിങ്ങൾ അതെല്ലാം വായിക്കേണ്ട കേട്ടോ, കാരണം അത് കുറെ ഉണ്ട്, ലെങ്തി ആണ്. എന്നോട് കുറച്ചുകൂടി ചോദിച്ചിരുന്നു when I carried the second mentorship എടുത്ത സമയത്ത് എന്നോട് കുറച്ച് ചോദിച്ചു, സാർ ഇങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോഴാണ് അത് കണ്ടത്, ഞാനത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. സോ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. അത് UPSC മോഡലാണ്, പല ഏരിയാസും UPSC മോഡലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അത്രയും പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് വായിച്ചു പോകാൻ സമയം ഉണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ്, ഇറ്റ് പാസസ് ദി സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. നോക്കുവാണെങ്കിൽ ദിസ് പൈപ്പ് ലൈൻ is not passing through Maharashtra. Maharashtra പോകുന്നില്ല. So the regions നോക്കുമ്പോൾ you can see ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹരിയാന and Delhi National Capital Territory. These are the regions across which the HVJ natural gas pipeline moves. So നമ്മുടെ മഹാരാഷ്ട്ര കൂടെ എന്താ ഈ പൈപ്പ് ലൈൻ കണക്ട് ആയിട്ടില്ല. So the second statement is wrong. One only is the right answer. And this was the pipeline which was started after the incorporation of GAIL. നമ്മുടെ GAIL pipeline വന്ന ശേഷം, അല്ലെങ്കിൽ GAIL India Limited വന്ന ശേഷം ആണ് ഈ ഒരു HVJ pipeline എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കുക HVJ pipeline അതിന്റെ ഫുൾ ഫോം ഹസീറ, വിജയ്പൂർ, ജഗദീഷ്പൂർ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയാണെന്നുള്ളത്. The 19th question. Which of the following statements is or are correct with Bharat Gaurav trains? So Bharat Gaurav trains പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, I mentioned a news also. നമ്മുടെ കഴിഞ്ഞ ഇടയ്ക്ക് വന്നൊരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഭാരത് ഗൗരവ് ട്രെയിനിൽ യാത്ര ചെയ്ത കുറച്ച് പേര് അനുഭവിച്ച ദുരിതത്തെ പറ്റി ഒരു വാർത്ത ഉണ്ടായിരുന്നു. സോ ഐ മെൻഷൻ ദാറ്റ് ന്യൂസ് ആൾസോ ഇൻ ദ ക്ലാസ്. ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ ആ ക്ലാസ്സിനെ പറ്റി പറഞ്ഞത്. സോ ഭാരത് ഗൗരവ് ട്രെയിൻ എന്തായിരുന്നു? ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെയിൽവേ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഭാരത് ഗൗരവ് ട്രെയിൻസ്. ദേഖോ അപ്നാ ദേശ്, അല്ലെ? ദേഖോ അപ്നാ ദേശ്, അതെ, ദേഖോ അപ്നാ ദേശ് എന്നൊരു ഇനിഷ്യേറ്റീവില് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഭാരത് ഗൗരവ് ട്രെയിൻസ് പറഞ്ഞ. ആൻഡ് യു ക്യാൻ സി ദീസ് ട്രെയിൻസ് വിൽ ബി showcasing, or this train aims to showcase the rich cultural, spiritual, historical heritage of the country. So നമ്മുടെ ഇന്ത്യയിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ലൊക്കേഷൻസ് അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു,
ആൾക്കാരെ മൂവ് ചെയ്യിക്കുക, ആൾക്കാരെ കൊണ്ടുപോവുക. ദാറ്റ് ഈസ് ദ എയിം ഓഫ് ദിസ് ഭാരത് ഗൗഡ ട്രെയിൻ. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ്, it is an indigenously designed and manufactured semi-high speed self-propelled train. That is wrong. And that is about നമ്മുടെ വന്ദേ ഭാരത് ഇല്ലേ, വന്ദേ ഭാരതിനെ പറ്റിയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. indigenously designed, manufactured, semi-high speed self-propelled train. So that is the definition, like that is the meaning of Vande Bharat train പറ്റിയാണ്. That is about Vande Bharat train. So you can see first statement is wrong, second is correct. And Bharat Gauda train നോക്കുമ്പോൾ you can see it aims to run theme based trains ആണ്. ഇപ്പൊ നമ്മളൊന്ന് കണ്ടല്ലോ ഇന്ത്യൻ റെയിൽവേ ആ ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞപ്പോൾ towards the end of that slide I have shown the spiritual circuits. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഡിഫറെന്റ് റീജിയൻസിന്റെ ലൊക്കേഷൻസ്, സ്പീച്ച് ലൊക്കേഷൻസ് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെയിൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാമായൺ സർക്യൂട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിസ്റ്റ് സർക്യൂട്ട്, ദെൻ സിഖ് സർക്യൂട്ട്, അങ്ങനെ ഓരോ റീജിയന്റെ ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ലൊക്കേഷൻസ് ടൂറിസ്റ്റിനെ കൊണ്ടുപോവുക. സോ അതാണ് ഈ പറഞ്ഞ സ്പീച്ച് സർക്യൂട്ടിന്റെ ഉദ്ദേശം. ഭാരത് ഗൗരവ ട്രെയിൻ എന്താ, അതേ തീമാണ്, ദേഖോ അപ്നാ ദേശം തീമാണ്, വിച്ച് മീൻസ് കൾച്ചറൽ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസ് എന്ത് ചെയ്യുക, ആൾക്കാരെ ട്രാവൽ ചെയ്യിക്കുക. Then next question, which of the following region is considered as graveyard of ships in the world? So graveyard of ships എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It refers to the Alang Sosia, അല്ലെ, നമ്മുടെ അലങ് യാർഡ് ഇൻ ഗുജറാത്തിലുള്ള അലങ് സോസിയ യാർഡ്, അതിനെപ്പറ്റി പറയുന്നതാണ് graveyard of ships. It is the world's largest ship recycling center in the world. നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഷിപ്പ് റീസൈക്ലിംഗ് സെന്റർ ആണ് അലങ് സോസിയ എന്ന് പറഞ്ഞ. സോ അലങ് യാർഡ് ഇൻ ഗുജറാത്ത് is called as the graveyard of ship. Then 21st question, which one of the following statements regarding social impact assessment is incorrect? സാമൂഹ്യാഘാത പഠനത്തെ പറ്റിയാണ് ചോദ്യം. സോ നമ്മള് സിൽവർ ലൈൻ ബന്ധപ്പെട്ടൊക്കെ ധാരാളം വാർത്തകൾ കേട്ട ഒരു ടേമായിരുന്നു സാമൂഹ്യാഘാത പഠനം. അതുപോലെ തന്നെ നമ്മൾ when we discussed infrastructure also we have discussed the need of SIA. എന്തിനു വേണ്ടിയാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തേണ്ടത്, വാട്ട് ഈസ് ദ need necessity of this SIA ഒക്കെ നോക്കിയതാണ്. So first statement, SIA is a methodology to review the social effects of infrastructure projects and other development interventions. ആണല്ലോ, ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ട് വരുന്നു, ഒരു വികസന പ്രവർത്തനം വരുന്നു. ആ വികസന പ്രവർത്തനം വരുമ്പോൾ അവിടെയുള്ള സൊസൈറ്റിക്ക്, അവിടെയുള്ള ആളുകൾക്ക് എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാകുന്നു, അവരുടെ കൾച്ചറിൽ എന്തെങ്കിലും ഇമ്പാക്ട്, അല്ലെങ്കിൽ അവരുടെ ലൈവ്ലിഹുഡിലുള്ള ഇമ്പാക്ട്, അവരുടെ ഡിസ്പ്ലേസ്മെന്റ്, ഇതെല്ലാം പഠിക്കുന്ന ഒരു പഠനമാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു എൻഷുർ മിനിമൽ ഇമ്പാക്ട് ഓൺ ലോക്കൽ പീപ്പിൾസ് ലൈഫ്, വേസ് ഓഫ് ലൈഫ് ഡ്യൂ ടു എനി പ്രൊജക്ട്. ഒരു പ്രൊജക്ട് വരുമ്പോൾ ലോക്കൽ പീപ്പിൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് അത് മിനിമലൈസ് ചെയ്യുകയാണ് ഈ ഒരു സ്കീമിൽ, ഈ ഒരു പഠനത്തിന്റെ ഉദ്ദേശം. ഫസ്റ്റ് ശരിയാണ്, സെക്കൻഡ് ശരിയാണ്. Then third, in 2013, the right to fair compensation and transparency in land acquisition, right to fair compensation and transparency in land acquisition, rehabilitation and resettlement act. ഈ ആക്ടിനകത്താണ് SIA മാൻഡേറ്ററി ആയിട്ട് നടക്കണമെന്ന് ഗവൺമെന്റ് പറയുന്നത്. സോ തേർഡ് ശരിയാണ്. എന്നാൽ ഫോർത്ത് നോക്കൂ, SIA will always result in long delays in completion of project. ഒരു പ്രൊജക്ട് നടത്തിപ്പിൽ എപ്പോഴും സാമൂഹികാഘാത പഠനം ലോങ് ഡിലേസ് ക്രിയേറ്റ് ചെയ്യും, ആണോ? അല്ല. നിങ്ങൾ പറഞ്ഞു SIAയുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മുടെ പാർട്ടീസിന്, ബാധിക്കപ്പെടുന്ന പാർട്ടീസിന് ഫെയർ കോമ്പൻസേഷൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, അവർക്കുണ്ടാകുന്ന ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫർദറുള്ള ലിറ്റിഗേഷൻസ്, ഭാവിയിലുള്ള കേസുകളും അതുപോലെ ഭാവിയിലുണ്ടാവുന്ന പ്രതിഷേധങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിസോൾവ് ചെയ്യുക. സോ അത് തന്നെ എന്താ, ഇവരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് വേണ്ട അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇപ്പം റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ കൃത്യമായി റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അതുപോലെ അവർക്കുള്ള നഷ്ടപരിഹാരം കൃത്യമായി പ്രൊവൈഡ് ചെയ്യുക, അതെല്ലാം ഈ SIAയുടെ ഭാഗങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ഡിലേസ് പലപ്പോഴും ഉണ്ടാകത്തില്ല. SIA പലപ്പോഴും
പ്രോജക്റ്റിന്റെ ഫാസ്റ്റർ കംപ്ലീഷൻ ആണ് സഹായിക്കുന്നത്. സോ ഡി is the incorrect statement. So answer D ആണ്. Then which of the following sector contribute the largest proportion of electricity into the national grid of India? So when we discussed power, I have shown you a graph അല്ല ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദനം നടക്കുന്നത് ഏത് വഴിയാണ്? ഫ്രം തെർമൽ പവർ പ്ലാന്റ് ആണ്. തെർമൽ എനർജി ഓർ തെർമൽ പവർ പ്ലാന്റിൽ നിന്നാണ് മെജോറിറ്റി ഓഫ് ദ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നത്. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ തെർമൽ എനർജി ഈസ് ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ടു ദ നാഷണൽ ഗ്രിഡ് ഓഫ് ഇന്ത്യ. ആൻഡ് ഈ തെർമൽ എനർജി നോക്കുമ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് 2,21,802 megawatt ആണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ആൻഡ് ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് അബൌട്ട് 65% ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ജനറേഷന്റെ 60% ഏകദേശം 2/3 ഓഫ് ദ ഇലക്ട്രിസിറ്റി ജനറേഷൻ ആരാണ് സിംഗിൾ ഹാൻഡഡ്ലി കൈകാര്യം ചെയ്യുന്നത്? തെർമൽ പവർ പ്ലാന്റ് ആണ്. ആ തെർമൽ പവർ പ്ലാന്റിന്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ കോൾ ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, അതുപോലെ ലിക്വിഡ് ഫ്യൂൽ ഉണ്ട്. മെജോറിറ്റി എന്താണ്? കോൾ ആണെന്ന് കാണാൻ കഴിയും. Then 23rd question. Which of the following are the components of Sagarmala scheme in India? So Sagarmala scheme പറ്റിയ ചോദ്യമാണ്. Port modernization and new port development, port connectivity, port linked industrialization, coastal community development. So you can see all these are the aim or the objectives of Sagarmala development. നമ്മുടെ പോർട്ടിന്റെ മോഡേണൈസേഷൻ, പോർട്ടുള്ള കണക്ടിവിറ്റി എൻഹാൻസ്മെന്റ്, പോർട്ട് ബന്ധപ്പെട്ടുള്ള വ്യവസായവൽക്കരണം, അതുപോലെ കോസ്റ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? സാഗർമാല സ്കീമിന്റെ കമ്പണൻസ് ആണ്. സോ ഓൾ ദീസ് 4 are the components of Sagarmala scheme. Then which of the following are the main features of Bharatmala Pariyojana? So Bharatmala scheme-ന്റെ features ചോദിച്ചിരിക്കുന്നത്. Bharatmala project was the second largest highway construction project in the country since NHDP. So, National Highway Development Program 1999 സമയത്ത് വരുന്ന ഒരു 98 സമയത്ത് വരുന്ന ഇനിഷ്യേറ്റീവ് ആണ്. ആൻഡ് ഇതിനു ശേഷം വന്ന സെക്കൻഡ് ലാർജസ്റ്റ് ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് ആയിരുന്നു ഭാരത്മാല പ്രൊജക്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. Then Bharatmala will look to improve connectivity, particularly on economic corridors, border areas, far-flung areas, with an aim to quicker movement of cargo and boosting export. So, Bharatmala scheme inathu there was special focus on building economic corridors. ഞാൻ പറഞ്ഞില്ലേ, വ്യവസായിക ഇടനാഴികൾ, ഇൻഡസ്ട്രീസിന് അവരുടെ ഗുഡ്സ്, കാർഗോ അല്ലെങ്കിൽ ഫ്രീറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള എക്കണോമിക് കോറിഡോർസ് നിർമ്മിക്കാൻ ഭാരത്മാല സ്കീം എയിം ചെയ്യുന്നുണ്ട്. So second statement is also correct. So both 1 and 2 are correct regarding Bharatmala Pariyojana. Then 25th question. Consider the statements on their focus areas. Committees and their focus areas. So ഓരോ കമ്മിറ്റിയും എന്താണ് ആ കമ്മിറ്റിയുടെ പഠനം അല്ലെങ്കിൽ ആ കമ്മിറ്റി പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ച മേഖല? ഫസ്റ്റ് വൺ, UKS സിൻഹ കമ്മിറ്റി, ഡെവലപ്മെന്റ് ഓഫ് MSMEs. കറക്റ്റ് ആണ്. MSMEകളുടെ ഡെവലപ്മെന്റ് ആണ് ഈ കമ്മിറ്റി ടാർഗറ്റ് ചെയ്യുന്നത്. Then ബാബ കല്യാണി കമ്മിറ്റി, റിവ്യൂ ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. ഇന്നലെ പറഞ്ഞാണ് അല്ലെ, സ്പെഷ്യൽ എക്കണോമിക് സോൺസിന്റെ പറ്റിയ പഠനമാണ് ബാബ കല്യാണി കമ്മിറ്റി എയിം ചെയ്യുന്നത്. Then അരുണ സുന്ദരരാജൻ കമ്മിറ്റി, ഡയറക്ട് ടാക്സ് കോഡ് അല്ല. അരുണ സുന്ദരരാജൻ കമ്മിറ്റി ഈസ് അബൌട്ട് ടെലികോം സെക്ടർ ആണ്. ടെലികോം മേഖലയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടെലികോം മേഖലയുടെ റിഫോംസ് അത് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അരുണ സുന്ദരരാജൻ കമ്മിറ്റി. Then Injetti Srinivas committee, it was about corporate social responsibility. So 1, 2 and 4, 1, 2 and 4 ഇതെല്ലാം ശരിയാണ്. Then third, Aruna Sundararajan committee, that is wrong. So Aruna Sundararajan committee is to spell out revival plans for telecom sector. So telecom sector ഉള്ള revival plans അത് അനൗൺസ് ചെയ്യേണ്ട ഒരു കമ്മിറ്റി ആയിരുന്നു അരുണ സുന്ദരരാജൻ കമ്മിറ്റി.
And ഈ കമ്മിറ്റി, you can see, ഈ കമ്മിറ്റി aims to review levies, നമ്മുടെ സ്പെക്ട്രം യൂസേജ് ഫീ, അതുപോലെ ലൈസൻസ് ഫീ, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കമ്മിറ്റി പഠിക്കാനായിട്ട് ഏർപ്പെടാക്കുന്നുണ്ട്. അതുപോലെ MSMEകളുടെ ഡെവലപ്മെന്റ്, MSMEകളുടെ മാർക്കറ്റിംഗ്, അവരുടെ ഫിനാൻഷ്യൽ ഡെലിവറി മെക്കാനിസം ഇംപ്രൂവ് ചെയ്യുക, അവർക്കുള്ള പേയ്മെന്റ് ഡിലേ ഒഴിവാക്കുക, ഇതെല്ലാം എയിം ചെയ്യുന്ന കമ്മിറ്റി, അതിനുവേണ്ടിയുള്ള കമ്മിറ്റിയായിരുന്നു ഇത് UKS കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ പേര് അറിഞ്ഞിരിക്കുക. സോ it makes recommendation with regard to amendments. സോ ഈ ഒരു കമ്മിറ്റിക്ക് ശേഷമാണ് MSMEകളുടെ ക്ലാസിഫിക്കേഷൻ ചേഞ്ച് ആവുന്നത്. സോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി മാത്രമായിരുന്നു ക്രൈറ്റീരിയ. എന്നാൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റും ടേൺ ഓവർ ക്രൈറ്റീരിയ വെച്ചാണ് MSME ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൂടാതെ സർവീസിന് മാനുഫാക്ചറിന് സെപ്പറേറ്റ് ക്രൈറ്റീരിയ നേരത്തെ, ഇപ്പോൾ എന്താ അങ്ങനെയല്ല, സിംഗിൾ ക്രൈറ്റീരിയ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ ഈ പറഞ്ഞ MSMEകൾ നേരിടുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ് ലൈക്ക് ഡിലേ ഇൻ ദ പേയ്മെന്റ്, ഇതൊക്കെ റിസോൾവ് ചെയ്യാനുള്ള സജഷൻസ് കൊടുക്കാം. ദെൻ ഇൻജത്തി ശ്രീനിവാസ് കമ്മിറ്റി, അത് അറിഞ്ഞിരിക്കുക. ഒന്ന് നമ്മൾ ഇൻഡസ്ട്രി എടുത്തപ്പോൾ ജസ്റ്റ് പറയേണ്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഇൻജത്തി ശ്രീനിവാസ് കമ്മിറ്റി. സോ ദിസ് കമ്മിറ്റി വാസ് റെസ്പോൺസിബിൾ ഫോർ recommending CSR, കേട്ടുവേണമല്ലോ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR ഫണ്ടിങ്ങിനെ പറ്റി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഇൻജത്തി ശ്രീനിവാസ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലെ കമ്പനീസ് ആക്ടിനകത്ത് 2013 പാസ്സാക്കിയ കമ്പനീസ് ആക്ടിനകത്ത് CSR എന്ന നോംസ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ CSR എന്ന് പറയുമ്പോൾ ഇത് പറയുന്നത് നമ്മുടെ ഇന്ത്യയില് വാർഷിക വിറ്റുവരവ് 1000 കോടിക്ക് മേലുള്ള കമ്പനി, അല്ലെങ്കിൽ നെറ്റ്വർത്ത് ആസ്തി 500 കോടിക്ക് മേലുള്ള കമ്പനി, അല്ലെങ്കിൽ 5 കോടിക്ക് മേലെ ആവറേജ് ലാഭം വരുന്ന കമ്പനി, ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഈ പറഞ്ഞ 5 കോടിക്ക് മേലെ, 3 ഇയേഴ്സിൽ ഓരോ വർഷവും 5 കോടിക്ക് മേലെ ലാഭം വരുന്ന കമ്പനി. സോ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് അവരുടെ ലാഭത്തിന്റെ, അവരുടെ ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ലാഭത്തിന്റെ 2% സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യണം, മാറ്റിവെക്കണം. സോ എന്താ പറഞ്ഞേ, ഒന്നെങ്കിൽ 1000 കോടിക്ക് മേലെ ടേൺ ഓവർ, 500 കോടിക്ക് മേലെ നെറ്റ്വർത്ത്, 5 കോടിക്ക് മേലെ ലാഭം, ഇങ്ങനെയുള്ള കമ്പനികള് അവരുടെ ലാഭത്തിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സ് ആവറേജ് പ്രോഫിറ്റിന്റെ 2% സോഷ്യൽ വെൽഫെയർ സ്കീംസിന് വേണ്ടി ചിലവഴിക്കണം. അത് ഗ്രാമീണ മേഖല വികസനമായിരിക്കാം. അപ്പൊ നിങ്ങളെ പലപ്പോഴും കണ്ടു കാണും, ഈ ചില സ്കൂളുകളിലൊക്കെ ഫിൽട്ടേഴ്സ് ഒക്കെ HDFC ബാങ്ക്, SBI ബാങ്കിനെ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ ചില സ്കൂളുകളുടെ ടോയ്ലറ്റുകൾ നിർമ്മാണം, അതുപോലെ ചില ഗ്രാമങ്ങളിലായാലും ടോയ്ലറ്റ് നിർമ്മാണവും ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഒക്കെ എന്താ ബാങ്ക് വഴി നിർമ്മിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ KSFEയുടെ CSR ഫണ്ട് വഴി നമ്മുടെ ഇറക്കിക്കൊണ്ടാണ് ബാലാവകാശ കമ്മീഷന്റെ ഒരു കാറ് വെഹിക്കിള്, അത് KSFEയുടെ CSR ഫണ്ട് വഴി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ CSR ഫണ്ട് വഴി മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് നിങ്ങൾ കേട്ട ഒരു ഫണ്ടായിരിക്കും PMKS, വളരെ വിവാദമായ ഫണ്ടാണ് PMKS എന്ന് പറയും. PMKS ഞാൻ ഒരിക്കൽ പറഞ്ഞാണ് ഫണ്ടിനെ പറ്റി. സോ ഈ ഫണ്ടിന്റെ പ്രത്യേകത, ഇതിന്റെ ബോർഡ് വരുന്നത് PM വരുന്നുണ്ട്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉണ്ട്, ദെൻ അമിത്ഷാ ഹോം മിനിസ്റ്റർ ഉണ്ട്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഉണ്ട്. ഇവരാണ് എന്റെ ബോർഡിൽ വരുന്ന അംഗങ്ങൾ. പക്ഷേ ആസ് പെർ ഗവൺമെന്റ് ഈ PMKS ഫണ്ട് ഈസ് നോട്ട് അണ്ടർ RT എന്നാണ് പറഞ്ഞത്. വിവരാവകാശ നിയമങ്ങൾക്ക് ഇത് ബാധകമല്ല എന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. അതുപോലെ ഇത് ഓഡിറ്റ് ചെയ്തത് പ്രൈവറ്റ് ഓഡിറ്റിംഗ് ആണ്, സ്വകാര്യ ഓഡിറ്റിംഗ് ആണ്. എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഈസ് നോട്ട് ഓഡിറ്റിംഗ് ദി ഫണ്ട്. ഈ PMKS എന്താണ്, CAG ഓഡിറ്റ് ചെയ്യുന്നില്ല, മറിച്ച് സ്വകാര്യ ഏജൻസിയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അതൊരു ചലഞ്ചാണ്. ഇത് കോടതി ചോദിച്ചിട്ടുണ്ട്, കോടതി ഇപ്പോൾ കിടക്കുവാണ്, ഇത് വിധി വന്നിട്ട് അറിഞ്ഞില്ല ഞാൻ. ആൻഡ് യു ക്യാൻ സി, ഈ പറഞ്ഞ PMKS ഫണ്ട് രൂപീകരിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നു കമ്പനികൾക്ക് അവരുടെ ലാഭത്തിന്റെ ഫണ്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ CSR ഫണ്ടിങ് എന്തൊക്കെ നടത്താം, PMKSലേക്ക് നടത്താൻ പറ്റുന്നു. അങ്ങനെ കോവിഡ് കാലത്ത് ആദ്യം കുറച്ച് വാർത്ത ഉണ്ടായിരുന്നു. ഇതിന് സ്പാൻ ഓഫ് ഒരു 3 വീക്സ് കൊണ്ട് കണ്ട് 5000 കോടിക്ക് മേലെ കണ്ട് ഇതിൽ ഫണ്ട് വന്നു, CSR ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാർത്തയൊന്നുമില്ല. അന്നാണ് ലാസ്റ്റ് വന്ന വാർത്ത. ആൻഡ് യു ക്യാൻ സി, നമ്മുടെ പല കമ്പനികളും PMKSലേക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു ആ സമയത്ത്. ആൻഡ് യു ക്യാൻ സി, ഈ പറഞ്ഞ CSR ഫണ്ടിങ്ങിൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ്, ഒന്ന് ഈ പറഞ്ഞ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഇൻ വില്ലേജ് ഏരിയാസ് ഓർ ബാക്ക്വേർഡ് ഏരിയാസ്, അതിനൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ഫണ്ടുകളിലേക്ക് എന്ത് ചെയ്യാം,
ഈ CSR ഫണ്ട് അവർക്ക് നിക്ഷേപിക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ഫണ്ടിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിനെന്തൊക്കെ കണക്കാക്കും? CSR ഫണ്ടിങ് ആയിട്ട് കണക്കാക്കും. എന്നാൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ CMDRFിലേക്കോ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്കോ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് CSR ഫണ്ട്. ആ CSR ഫണ്ട് ആയിട്ട് കണക്കാക്കത്തില്ല. ഓൺലി ദോസ് ഫണ്ട്സ് കെപ്റ്റ് അണ്ടർ ദ സെൻട്രൽ ഗവൺമെന്റ്, അത് മാത്രമേ CSR ഫണ്ടായിട്ട് കണക്കാക്കത്തുള്ളൂ. അതിന്റെ ഒരു പോരായ്മയാണ്. സോ അറിഞ്ഞിരിക്കുക എന്താണ് ഈ CSR ഫണ്ടിങ് എന്നുള്ളത്. സോ 2% ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഇൻ ദ ലാസ്റ്റ് 3 years ആണ് CSR ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മുടെ കമ്പനികൾ ചിലവാക്കേണ്ടത്. ആൻഡ് ഇങ്ങനെ ഈ CSR ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്, നിങ്ങൾക്ക് അറിയാതിരിക്കും പലർക്കും, 2020 എന്ന് പറഞ്ഞിട്ട് കിഴക്കമ്പലത്തുള്ള 2020 ആൻഡ് കിറ്റെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ CSR ഫണ്ടിങ് കൊണ്ടാണ് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പല പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാരണം ഇപ്പൊ നോക്കുമ്പോൾ കിറ്റെക്സ് എന്ന കമ്പനി അതിന് 5 കോടിക്ക് മേലെ ലാഭമൊക്കെ ഉണ്ട്. CSR ഫണ്ട് വഴി എന്ത് ചെയ്യണം? പൈസ ചെലവാക്കുമ്പോൾ എന്താ ഈ പറഞ്ഞ റോഡ് പണിയണം, പാലം പണിയണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രാമീണ മേഖല വികസനങ്ങൾ ചെയ്യണം. എന്തുകൊണ്ട് അത് എനിക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിക്കൂടാ? എന്റെ തോട്ടാണ്. ഇപ്പൊ ഉദാഹരണം പറയുമ്പോൾ മുകേഷ് അംബാനി എന്ത് ചെയ്യുന്നു? ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് ആ പാർട്ടി മുഖേന മുകേഷ് അംബാനിയുടെ CSR ഫണ്ടിങ് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞിരിക്കും. സോ ഇപ്പം ദാറ്റ് ഈസ് ഹൗ നിങ്ങൾ കാണുന്ന ഈ സോ കോൾഡ് 2020 എന്ന പാർട്ടി ആ ഒരു CSR ഫണ്ടിങ് ആണ്. സോ ദാറ്റ് വാസ് അബൌട്ട് ദിസ് CSR funding, corporate social responsibility funding. So hereby we can conclude the Abhyaas 12 discussion. Okay.